വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരേ സെയിം എന്താ പറയുക X200 രണ്ട് മോഡൽസ് കിട്ടിയിട്ടുണ്ട്. ഇത് 2022 മോഡലാണ്, ഫസ്റ്റ് വേർഷൻ ആയിട്ട് വന്നത്. നമ്മുടെ മുന്നിൽ പോകുന്ന ആ ഒരു വണ്ടി OBD2 വേർഷനാണ്, 2024 വന്നേക്കുന്ന ഒരു മോഡലാണത്. അപ്പോൾ ഗൈസ്, ഇത് രണ്ടുമാണ് രണ്ട് വണ്ടികൾ. അപ്പോൾ ഇത് 2024 OBD2 വേർഷനാണിത്. ഇത് നമ്മുടെ ഫസ്റ്റ് വന്നേക്കുന്ന വേർഷൻ. അപ്പോൾ ഇത് രണ്ടും ചെറിയ രീതിയിൽ അൾട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ വ്യത്യാസങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഫസ്റ്റ് പിറകിൽ നിന്ന് തുടങ്ങാം, മുന്നിൽ നിന്ന് തുടങ്ങേണ്ടതെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു പാക്കിങ്ങിന് ഇതൊരു പഴയ വേർഷനാണ്. ഇതിൻ്റെ ഈ ഒരു പുതിയ പാക്കിങ്ങിന് ഇവിടെ ഒരു കട്ടിങ് കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു എക്സോസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു എക്സോസ്റ്റിന് ഇവിടെ ഒരു ഹോൾസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ഹീറ്റിങ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സംഭവം കൊടുത്തേക്കുന്നത്. പിന്നെ വന്നേക്കുന്ന വേറൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു നെയിമിംഗ് ബാഡ്ജ് ഉണ്ട്, 200X എന്നുള്ളതിൻ്റെ ആ നെയിമിംഗ് ബാഡ്ജ് താഴത്ത് ഒരുപോലെ തന്നെ ഈ ഒരു വണ്ടിക്കും പഴയ വണ്ടിക്കും പുതിയ വണ്ടിക്കും ഒരുപോലെ തന്നെ. നമ്മുടെ പഴയ വണ്ടിക്ക് 200X വന്നേക്കുന്നത് ഏകദേശം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടായിരുന്നു, ഒരു ചെറിയ ബാഡ്ജിങ് ആയിരുന്നു. അത് അവൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു വണ്ടിക്ക് കണ്ടില്ല, അതൊന്നും അങ്ങനെ വലിച്ചു നീട്ടി താഴത്തേക്കും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു 200X ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ വരുന്ന ഒരു മേജർ എന്താ പറയുക ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ OBD2 വേർഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഇവിടെ കണ്ടല്ലോ. ഈ ഒരു സംഭവം നമ്മുടെ ഓൾഡർ വേർഷനില്ല. പിന്നെ അതേമാതിരി സ്റ്റാൻഡ് സെൻസർ വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം പഴയൊരു വേർഷന് സ്റ്റാൻഡ് സെൻസർ ഇല്ല. ഇതിലിപ്പോൾ നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡ് സെൻസറിൻ്റെ ലൈറ്റ് ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടോ, കിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ആ ഒരു സെൻസറിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ പഴയ വേർഷനിലില്ല. ഇത് 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനത്തിൽ അതില്ല. പിന്നെ ഈ വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്ന ആക്സറീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊട്ടടുത്ത് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ബാൻഡലോസ് പോയിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ കൂടെ HJG എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ്സ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വണ്ടി എന്ന് വെച്ചാൽ ഈ ഒരു മുന്നത്തെ വണ്ടിക്ക് നമ്മൾ ചെയ്തേക്കുന്നത് മെഡോക്കിൻ്റെ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഞങ്ങളുടെ ബാഡ്ജ് ഉണ്ടല്ലേ മെഡോക്ക്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള സാധനമാണ്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷേ നല്ല വിസിബിൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഈ ഒരു വണ്ടിക്ക് ചെയ്തേക്കുന്ന ഒരു മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. രണ്ടിനും ഒരേമാതിരി തന്നെ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് ചെരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഡാമേജസ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അടുത്തൊരു ഫയറിങ്, പുറത്തേക്ക് ചാടി നിൽക്കുന്ന മാതിരത്തിലുള്ള ആ ഒരു ഫയറിങ്, ഡാമേജസ് കൂടുതൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്രാഷ് ഗാർഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഷ് ഗാർഡും അതേപോലെ ആ ബാക്കിലുള്ള ഒരു സ്റ്റേ അല്ലേ, ഈ ബാക്കിൽ ഇരിക്കുന്ന പില്ലെന്ന് പിടിക്കാനുള്ള ഈ ഒരു സ്റ്റേയും തന്നെ നിലത്ത് കെട്ടുള്ളൂ. ടാങ്കിൻ്റെ മുകളിൽ സ്ക്രാച്ചോ ഈ ഒരു കിറ്റിൻ്റെ മുകളിൽ സ്ക്രാച്ചോ വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ മതിയാവും, ഈ ഒരു CB200X എന്ന് പറയുന്ന വണ്ടിയുടെ റിയർ ഷോക്ക് കുറച്ചൊരു മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പഴയ വണ്ടിയിൽ, ഇതാണ് നമ്മുടെ കൈമലേക്ക് ഫസ്റ്റ് വന്ന നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ഫസ്റ്റ് വന്നൊരു വണ്ടി. ഈ ഒരു വണ്ടിക്ക് ഷോക്ക് ഏബ്സറിൽ ചെറിയൊരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ നോക്കിയാൽ കാണാം, ആ വണ്ടീനെ കാട്ടി സീറ്റും ടയറും തമ്മിലുള്ള ഒരു ഹൈറ്റ് ഈ വണ്ടിക്ക് കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1/4 ഇഞ്ച് ആ ഒരു സ്പേസ് നമ്മുടെ ഈ ഒരു സസ്പെൻഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ ഒരു വണ്ടിക്ക് എക്സ്പൾസിൻ്റെ സ്റ്റാൻഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മറ്റേ വണ്ടി ഈ ഒരു 2024 ഈ ഒരു വണ്ടി നിൽക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു നേരെയാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്, സ്റ്റഡി ആയിട്ടാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും, മറ്റേ വണ്ടി കുറച്ചുകൂടി നല്ലോണം ലീൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇത് ആ ഒരു ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡിൻ്റെ സൈസും കൂട്ടി കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെ ഒരു എക്സോസ് നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് നമ്മുടെ ഓൾഡ് വണ്ടിയാണ്, എന്ന് വെച്ചാൽ 2022 വണ്ടി. നമ്മൾ രണ്ട് കമ്പാരിസണിൽ സൗണ്ടിൻ്റെ ജസ്റ്റ് കേൾപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു വിസിൽ സൗണ്ട് കുറച്ച് കൂടുതലാണ് മറ്റേ വണ്ടീനെ അപേക്ഷിച്ചിട്ട്. കണ്ടില്ല, ആ ഒരു വിസിൽ സൗണ്ട് കുറച്ച് ഒന്നും കൂടി ഒരു സെറ്റാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ മറ്റേ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഈ വണ്ടി മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സൈലൻ്റ് ആണ് കേട്ടോ, സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. കണ്ടില്ലേ, ഇതിനാ ഒരു എൻജിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്നാലും എക്സോസ്റ്റ് കൂടെയുള്ള എക്സോസ്റ്റ് നോട്ട് കുറച്ചൊരു സൈലൻ്റ് ആണ്. പിന്നെ ഇതിന് യൂസ് ചെയ്തേക്കുന്നത് പറഞ്ഞല്ലോ, നമ്മൾ HJCയുടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. നൈറ്റിൽ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ലൈറ്റ്സാണ് കേട്ടോ. നമുക്ക് 2 കളർ വേരിയൻസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ മെഡോക്കിൻ്റെ ലൈറ്റ്സ് ജസ്റ്റ് ഈ ഒരു എന്താ പറയുക പ്രൈമറി ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ലൈറ്റ് മാത്രം വന്നേക്കുന്ന വണ്ടിയാണ്. ഇതിൽ നമ്മളൊരു ഫോഗ് ലൈറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ലൈറ്റിന് ഏകദേശം 2000 ആ ഒരു റേഞ്ചിനടുത്താണ് റേറ്റ് വന്നേക്കുന്നത്. നല്ല വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് കുറച്ചൊരു മോശമാണ്, LED ഹെഡ്ലൈറ്റ്സ് ആയതുകൊണ്ട് മാത്രം കുറച്ചൊരു മോശമാണ്. അപ്പോൾ അതിനൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പ്രോപ്പർ പ്രൊട്ടക്ഷനാണ്. പിന്നെ നിങ്ങളിൽ ചിലവർക്കൊക്കെ അറിയാനുണ്ടാവും, എന്താ വെച്ചാൽ നമ്മുടെ 2022 ആ ഇയറിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഏകദേശം 3 കളേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ബ്ലൂ എഡിഷൻ ഇപ്പോൾ പുതിയ വന്ന വണ്ടിക്ക് പറ്റുന്ന കളറാണ് കേട്ടോ. 2024 OBD2 വേർഷനിൽ വന്ന വണ്ടിക്ക് വരുന്ന ആ ഒരു ടൈപ്പ് മാത്രമാണ് ഈ ഒരു കളർ. ഈ ഒരു കളർ ഇപ്പോൾ ലാസ്റ്റ് ലോഞ്ച് ചെയ്തതാണ്. അതേമാതിരി ഈ ഒരു വണ്ടിയിൽ E20 എന്ന് പറയുന്ന ഒരു ഫ്യൂവലിൻ്റെ ടൈപ്പ് ഇതിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. നമ്മളെ ആ ഒരു ഫ്യൂവൽ ഇതിന് കോമ്പാക്റ്റബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ വലിയ മേജർ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ്, അതേമാതിരി ക്രാഷ് ഗാർഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്, ടയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയ വേർഷന്മാർ തന്നെ. നമുക്ക് അതിൻ്റെ ഷോക്ക് ഏബ്സർ അവർ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അത് ചെയ്തിട്ടില്ല. ഷോക്ക് ഏബ്സർ കുറച്ച് വേസ്റ്റാണ് കണ്ടീഷനിൽ. ബാക്കിലിരിക്കുന്ന പില്ലൺ ആ ഒരു അടി ഫീൽ ചെയ്യും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഡിസൈൻസ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ തന്നെയാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വാങ്ങാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.